ഒമാൻ യാത്രയുടെ 2ാം ദിവസമാണ് ഇന്ന്. ഒമാനിലേക്ക് പോയാലും ഇത് ഒമാനിലെ കുബൂസ് പൊരിച്ചെടുത്ത സാധനം. ഇത് ഒമാനികൾക്ക് സാധനം. നമ്മളെ ഈ ആഹ്ലി ബേക്കറിയുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഒന്നിക്ക് ഇതിന്റെ കൂടെ കൊടുക്കും, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് കൊടുക്കും. എന്താണ് കുബൂസ് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സ്. ഇത് കുബൂസ് അല്ല കേട്ടോ, ഇതാണ് കുബൂസ്. ഇതല്ല കുബൂസ്, ഇത് കുബൂസ് പൊരിച്ചെടുത്ത സാധനമാണ്. നമ്മൾ നിങ്ങളെ പറ്റിച്ചതാണ്. നമ്മളിതാ UAE-യിലെയാണ്. UAE ഫുജൈറയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒമാനിലെ ഫുജൈറ ജബൽ ജയ്സിലേക്കൊക്കെ കയറുന്ന പോലത്തെ റോഡുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ യാത്രയുടെ ദിവസം ഞങ്ങൾ ഭൂരിഭാഗവും വണ്ടി തന്നെ ഇരുന്നിട്ടാണ് കറങ്ങിയത്. ഭൂരിഭാഗം എന്ന് പറയാൻ പറ്റില്ല, വണ്ടി തന്നെയായിരുന്നു. അതിൽ വല്ലപ്പോഴും ഭക്ഷണം കഴിക്കാനും ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങി, അങ്ങനെ മാത്രം. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 2 കഴുതുകളെ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് നാക്കുപ്പൻ്റെ നാക്കു ടക ആ സിനിമ ഓർമ്മ വന്നു കേട്ടോ. അവിടെ ഇതേപോലുള്ളൊരു ആഫ്രിക്കൻ സ്ഥലത്താണ് മൃഗങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ കഴുതകൾ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. ഇത് കാണാൻ കുറച്ച് കഴുതകളും. എന്തായാലും ഇന്നത്തെ യാത്രയിൽ മുതലായ ഒരു സാധനമാണ് ഈ കഴുതേനും. അതുപോലെ ഇടയ്ക്കിടെ ആടിനൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഒരു കുബൂസ് ഉണ്ടാക്കുന്നൊരു സ്ഥലത്ത് പോയിരുന്നു. ആ വീടിനെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. ഇതാണ് ഒമാനിലെ പ്രശസ്തമായ പെബിൾസ് ബീച്ച്. ഈ ബീച്ചിൽ നിറയെ പെബിൾസ് ആണ്. പക്ഷെ ഞങ്ങൾ ബീച്ചിന്റെ ഭാഗത്തേക്ക് പോയില്ല, വെള്ളത്തിൽ ഇറങ്ങിയില്ല, ചൂട് കാരണം. ഞങ്ങൾ ശരിക്കും നീന്താൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരുന്നു. ഈ ചൂട്ടത്ത് അമ്മാതിരി ചൂട്ടത്ത് ഇറങ്ങിയത് കണ്ടില്ല. അല്ലു ചൂട് കാരണം പുറത്തെ ഡ്രസ്സൊക്കെ അയച്ച് ഉള്ളിലെ സ്വിമ്മിംഗ് വെയർ ഇട്ടിട്ടാണ് നടക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബിമ്മ സിംഗ് ഹോള് കാണാൻ വേണ്ടി പോയി. അവിടെ വെള്ളത്തിൽ ഇറങ്ങാന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം തെറ്റിച്ച് അവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൽ നിറയെ അങ്ങനെ ഇങ്ങനെയും അഴുക്കുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടി തോന്നിയില്ല. പിന്നെ നല്ല ചൂടും പറഞ്ഞില്ലേ നേരത്തെ. ഈ ബിമ്മ സിംഗ് ഹോള് നമ്മൾ അജയന്റെ 2ാം മോഷണം എന്ന സിനിമയിൽ നക്ഷത്രക്കല്ല് ഭൂമിയിൽ പതിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു കുഴി പോലെ ഉൽക്ക വന്ന് ഒമാനിൽ പതിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു കുഴിയായിട്ടാണ് ഒമാനികൾ വിശ്വസിക്കുന്നത്. ശാസ്ത്രീയമായി പല കാരണങ്ങളുണ്ടെങ്കിലും ഒമാനികൾക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടവും. കേരളത്തിന്റെ കണിക്കുന്ന പോലെ തോന്നിക്കുന്ന ഒരു തരം മഞ്ഞ പൂവ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടുന്ന് പറിക്കാൻ വേണ്ടി പോയി. ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ശരിക്കും കണിക്കൊന്നയാണെങ്കിലും അടുത്ത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കണിക്കൊന്നയൊന്നല്ല, വേറെ ഏതോ ഒരു മഞ്ഞപ്പൂവാണ്. ചെമ്പരത്തി പൂവല്ലാത്തതുകൊണ്ട് ചെവിയിൽ വെക്കാതെ ഈ മഞ്ഞപ്പൂവും പിടിച്ച് ഞാൻ കുറെ ദൂരം നടന്നു. ഒമാനിലെ കണിക്കൊന്ന ഉണ്ടോ? കണിക്കൊന്ന, ഒമാനിലെ കണിക്കൊന്ന. അസ്സലാമു അലൈക്കും. ഇൻട്രൊഡക്ഷൻ. എന്താ വിശേഷം? നേരത്തെ കണ്ടവനില്ലേ, അവനാണ് അബ്ബാസ്, ആരിഫിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ അങ്ങനെ ഉച്ചക്ക് ഷുവ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി 4 മണിക്കൂർ വെച്ചിട്ടാണ് ഇവർ ഈ ഷുവ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഷുവക്ക് ഒരു ചുവ ഉണ്ടായിരുന്നില്ല. നേരെ ചൊവ്വേ വേറെ വല്ലതും കഴിച്ചാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ അവിടുത്തെ സ്മെല്ല് ഒട്ടും പിടിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു ബ്ലഡിന്റെ ഒക്കെ സ്മെല്ല്. ഞാൻ പറഞ്ഞു പോത്തിനെയും ആടിനൊക്കെ നമ്മൾ ആ ഇരുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും അവർ അറക്കുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ആ ഒരു ബ്ലഡിന്റെ സ്മെല്ലെന്നൊക്കെ. നമ്മൾ UAE പോകുന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും നമുക്ക് UAE ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോഴാണ് UAE-ന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നത്. അത് അർമേനിയ ആണെങ്കിലും ഒമാനാണെങ്കിലും മറ്റേത് രാജ്യങ്ങളും അങ്ങനെ തന്നെ. ഹലുവ വേണോന്ന് വെച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ കോഴിക്കോടൻ ഹലുവയായ മഞ്ഞക്കട്ട ഹൽവ, പച്ചക്കട്ട ഹൽവ, ചോനക്കട്ട ഹൽവ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒമാനി ഹൽവ വേറെ തികച്ചും ഡിഫറെന്റ് ആണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൽവ, സുൽത്താനിയ. ഇത് വാൽനട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഇത് ക്യാമൽ മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയ ഹൽവയാണ് കേട്ടോ. ഇവരുടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഒരു കവർ, അതിൻ്റെ ഉള്ളിലൊരു പെട്ടി, അതിൻ്റെ ഉള്ളിൽ വേറൊരു പെട്ടിയായിട്ട്. ഈ പെട്ടിന്റെ മുകളിലത്തെ എഴുത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുങ്കുമം നമ്മൾ വാങ്ങിക്കില്ലേ, അതാണ് എനിക്ക് ഓർമ്മത്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പുറപ്പെട്ടു. നിങ്ങൾ ചൂട് കണ്ടില്ലേ, 48 ഡിഗ്രി. ഇപ്പം നോക്കുമ്പോൾ വൈകുന്നേരമാണ്, ഈവനിങ് ആയി, സൂര്യൻ അസ്തമിച്ചു, എന്നിട്ടും ഈ ചൂടാണ്.
സൂര്യൻ അസ്തമിക്കുന്നു. നമ്മുടെ മസ്കറ്റ് യാത്ര അസ്തമിക്കുന്നു. ഒമാനിൽ നിന്നും പോവുകയാണ്. 2 ദിവസത്തെ ഒമാൻ യാത്രക്ക് വിട നൽകിയിട്ട്. എമ്മാതിരി ചൂടാന്നറിയോ, ഭയങ്കര ചൂട്. ഇപ്പം തന്നെ 6:33 45°C ആണ് ചൂടുള്ളത്. അതിന്റെ ഇടയിൽ നമ്മുടെ ഷഹീൻ പ്രോന്റെ വണ്ടിന്റെ AC ഈ വീഡിയോ കണ്ടിട്ട് ഓർമ്മിപ്പിക്കണം. അപ്പൊ ബൈ ബൈ മസ്കറ്റ്. ഉറങ്ങാണ്. ഞാൻ സപ്രോണ്ട് നമ്മളെ അളിയനിട്ട് അരിയാണ് വേണ്ടിയിട്ട്. ഇവിടെ വന്നത് മുതൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചൊരു സാധനമാണ് ഒമാനിലെ കള്ള ടാക്സി. കണ്ടില്ലേ, വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിന് കള്ള ടാക്സി എന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ വരെ കൊടുത്തിരുന്നു. ശരിക്കും പറഞ്ഞത് കോള ടാക്സി എന്നാണ്. നമുക്ക് മലയാളത്തിൽ വായിക്കുമ്പോൾ കള്ള ടാക്സി എന്ന് വായിക്കാലോ. ഉച്ചക്ക് കഴിച്ച ഷുവന്റെ ചൊയ വായിന്ന് പോയിട്ടില്ല. അപ്പോഴാണ് രാത്രി വീണ്ടും ഷുവ കൊണ്ടാന്ന് ഇതാ തിന്ന് 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 എന്ന് പറഞ്ഞത്. ഇത് 3-4 ദിവസം കുക്ക് ചെയ്ത് പഴക്കിയ ഷുവ ആണ്. എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.